ഇസ്രായേലിൻ്റെ ആയുധശക്തി കുറയുകയാണോ? ഇറാൻ്റെ മിസൈലുകളിൽ ചിലതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അയൺ ഡോമിനൊപ്പം ഇസ്രായേലിന് സംരക്ഷണം നൽകുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് ഇൻ്റർസെപ്റ്റർ അഥവാ താഡ്. ജൂണിൽ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതോടെ താഡ് ഇൻ്റർസെപ്റ്ററുകളുടെ എണ്ണം കുറഞ്ഞിരുന്നു. ഇസ്രായേലിനെ സഹായിക്കാൻ താഡ് ഇൻ്റർസെപ്റ്ററുകൾ കൈമാറാൻ US സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം സൗദി തള്ളിയെന്നും 2 US ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പ്രമുഖ മാധ്യമമായ മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു. യുദ്ധസമയത്ത് എല്ലാവരോടും ഇസ്രായേലിനെ സഹായിക്കാൻ US ആവശ്യപ്പെട്ടു. എന്നാൽ അത് ഫലം കണ്ടില്ല. ഇതോടെ ഒരു കരാറിനായി US ശ്രമിച്ചു. ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല ഈ കരാർ. എന്നാൽ ഇസ്രായേലിനെ സഹായിക്കാൻ സൗദി അറേബ്യയ്ക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇറാൻ ഇസ്രായേലിനെ പോലെ തന്നെ സൗദിക്കും ഭീഷണിയാണെന്ന് US ഉദ്യോഗസ്ഥർ സൗദിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. സൗദിയിൽ USൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ സ്വന്തം ഫണ്ടുകൾ ഉപയോഗിച്ച് വാങ്ങിയ ആദ്യത്തെ താഡ് വ്യോമപ്രതിരോധ സംവിധാനം സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു സൗദി അറേബ്യ. ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട് വെറും 9 ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 3-ന് സൗദി സൈന്യം താഡ് വ്യോമപ്രതിരോധ സംവിധാനം പ്രവർത്തന സജ്ജമാക്കിയതായും മിഡിൽ ഈസ്റ്റ് ഐൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ ആക്രമണം പക്ഷേ കടുപ്പിച്ചതോടെ USൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ഇൻ്റർസെപ്റ്ററുകളുടെ ശേഖരവും ഇസ്രായേലിൻ്റെ ആരോ ഇൻ്റർസെപ്റ്ററുകളുടെ ആയുധശേഖരവും അതിവേഗം കുറയുന്നതായി നേരത്തെ മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാൾ സ്ട്രീറ്റ് ജേണലും ദി ഗാർഡിയനും പിന്നീട് ഈ റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് ശേഷം പാട്രിയറ്റ് മിസൈൽ ഇൻ്റർസെപ്റ്ററുകളുടെ ഏകദേശം 25% മാത്രമേ USന് അവശേഷിച്ചിട്ടുള്ളൂവെന്ന് ജൂലൈയിൽ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ആഗോളതലത്തിൽ എല്ലാ US സൈനിക പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണെന്ന് വിലയിരുത്തുന്ന മിസൈൽ ഇൻ്റർസെപ്റ്ററുകളാണിവ. USൻ്റെ പിന്തുണയോടെയുള്ള ഇസ്രായേലിൻ്റെ ത്രിതല വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പക്ഷേ ഇറാൻ്റെ മിസൈലുകളെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. വെടിനിർത്തലിൽ എത്തുന്നതുവരെ ഇറാന് ഇസ്രായേൽ നഗരങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാനും കഴിഞ്ഞു. ഇറാൻ്റെ മിസൈലുകൾ 5 ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിച്ചതായി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായി സംഘർഷം നടക്കുമ്പോൾ US ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ച നിലയിലായിരുന്നുവെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. എന്നാൽ സംഘർഷം നീണ്ടുനിന്നതോടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ദൗർബല്യം മുതലെടുക്കാൻ ഇറാന് സാധിച്ചു. സൗദി അറേബ്യ വാങ്ങിയ താഡ് ഇൻ്റർസെപ്റ്ററുകൾ ഇസ്രായേലിന് നൽകുന്നതിനെക്കുറിച്ച് ചില US ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തതായി വാൾ സ്ട്രീറ്റ് ജേണൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യ USൻ്റെ ശ്രമങ്ങൾ നിരസിച്ച ശേഷമാണ് ചർച്ച നടന്നതെന്ന് US ഉദ്യോഗസ്ഥർ മിഡിൽ ഈസ്റ്റ് ഐയോട് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ആധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിൽ ഇറാൻ വിജയിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇക്കാര്യം ഗൾഫ് രാജ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നതായി പ്രതിരോധ നിരീക്ഷകർ പറയുന്നു. ഇതാണ് വ്യോമപ്രതിരോധ സംവിധാനം ഇസ്രായേലിന് നൽകാൻ സൗദി അറേബ്യ തയ്യാറാകാതിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.